ഇന്ന് ഫ്ലവേഴ്സിന് 9ാം വാർഷിക ദിനം. കടുത്ത മത്സരങ്ങളെ അതിജീവിച്ച പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച ജനകീയ ചാനലാണ് ഫ്ലവേഴ്സ്. എനിക്കറിയാം പ്രേക്ഷകർ ഒരുപക്ഷെ ഏറ്റവും വലിയ പിന്തുണ നൽകിയ ഒരു ചാനൽ കൂടിയാണ്, ഒരു വിനോദ ചാനലാണ് ഫ്ലവേഴ്സ്. ഇത്ര കാലവും വളരെ ക്വാളിറ്റിയുള്ള പരിപാടികൾ അവതരിപ്പിക്കാനാണ് പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞത്. അത് നമ്മൾ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല കൂടുതൽ വൈവിധ്യത്തോടെ പുതിയ പരിപാടികൾ വേണം എന്ന് പ്രേക്ഷകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്തുവരുന്ന പുതിയ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി അങ്ങോട്ട് ഫ്ലവേഴ്സ് മറ്റൊരു വഴിയിലൂടെയായിരിക്കും ഈ യാത്ര ചെയ്യുന്നതെന്ന് ഈ വാർഷിക ദിനത്തിൽ പ്രേക്ഷകരോട് ഞാൻ പറയുന്നു. നമ്മൾ ഒരുപക്ഷെ കയ്യും മെയ്യും മറന്ന് പ്രേക്ഷകർ നമ്മൾ ഒന്നിച്ചു പോകുന്ന ഒരു കാലമായിരിക്കും ഇനി പിറവിയെടുക്കാൻ പോവുക. എല്ലാ പ്രേക്ഷകർക്കും ഒരുപക്ഷെ ഈ ഫ്ലവേഴ്സ് എന്ന ചാനലും അതിൻ്റെ മടിത്തട്ടിൽ 24 എന്ന വാർത്താ ചാനലും യാഥാർത്ഥ്യമാക്കാൻ നമ്മളോട് തോളുരുമി നിന്ന എല്ലാവരെയും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളെയും നമ്മൾ ഓർമ്മിക്കുന്നു. കടപ്പാടും നന്ദിയും സ്നേഹവും വാക്കുകളിൽ നമ്മൾ രേഖപ്പെടുത്തുന്നില്ല. അതോടൊപ്പം നിങ്ങളെപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സിൻ്റെ ഒരു ഷോറിൽ ഇപ്പോൾ കാണിക്കാം ഈ വാർഷിക ദിനത്തിൽ. യെസ്, ഈ 9ാം വാർഷിക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം. കോമഡി സൂപ്പർ നൈറ്റ് എന്നൊരു പരിപാടി ഈ ഫ്ലവേഴ്സിൻ്റെ ആദ്യകാലത്ത് നിരന്തരം സംപ്രേഷണം ചെയ്യുന്ന ഒരുപാട് എപ്പിസോഡുകൾ നമ്മൾ സംപ്രേഷണം ചെയ്തു. ഇത് അവതരിപ്പിച്ചിരുന്നത് സുരാജ് വെഞ്ഞാറമൂടായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം സുരാജ് വീണ്ടും നമ്മുടെ സ്ക്രീനിൽ എത്തുന്നു എന്ന സന്തോഷം കൂടി ഈ വിഷുക്കാലത്തുണ്ട്. 13-ാം തീയതി, അതായത് വിഷുവിൻ്റെ തലേ ദിവസം രാത്രി നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന വൈകുന്നേരം 6:30 മുതൽ 3.5 മണിക്കൂർ ദൈർഘ്യത്തിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന ഈ സ്റ്റാർ മാജിക്കിൻ്റെ സ്പെഷ്യൽ വിഷു എപ്പിസോഡിൽ ആ ഈവൻറ്റിൽ നിറഞ്ഞു നിൽക്കുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് പൊളിക്കും. പിറ്റേ ദിവസം നമ്മൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഒരു സ്പെഷ്യൽ ഇവൻറ്റ് കൂടിയുണ്ട്. അതിൽ ഭാവന എല്ലാ രീതിയിലുള്ള പ്രതിഭാ സാന്നിധ്യവുമായി ഈ ഇവൻറ്റിൽ വരുന്നു. അത് വിഷു ദിവസം വൈകുന്നേരം 6:30 മുതൽ നമ്മൾ സംപ്രേഷണം ചെയ്യും. എന്ന് മാത്രമല്ല അന്ന് വൈകുന്നേരം 5:30 നിങ്ങൾക്കറിയാം ആടുജീവിതമാണ് ഇന്ന് ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ഒരു മണലാരണ്യത്തിൽ ഒരു മനുഷ്യൻ അനുഭവിച്ച യാതനകളുടെയും ക്ലേശങ്ങളുടെയും അനാവരണമാണ് ആടുജീവിതം. ബെന്യാമൻ്റെ പ്രശസ്തമായ നോവൽ ആടുജീവിതത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരം ബ്ലസ് ചെയ്തപ്പോൾ അത് വലിയൊരു അനുഭവമായി. നജീബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അനുഭവിച്ചു പോയ ക്ലേശങ്ങളുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ആടുജീവിതം. പൃഥ്വിരാജാണ് നായകൻ. അപ്പോൾ പൃഥ്വിരാജ് നജീബിനെ കണ്ടുമുട്ടുന്നതും പൃഥ്വിരാജ് നജീബിനോട് ഈ അനുഭവങ്ങൾ സംസാരിക്കുന്നതും അതേപോലെ ഇതിൻ്റെ വേറിട്ട മറ്റ് കാഴ്ചകളും ബ്ലസ്സിയുടെ അനുഭവങ്ങളും ഒക്കെ ആയിട്ട് ആടുജീവിതത്തിൻ്റെ മണ്ണിൽ എന്ന പരിപാടി, പ്രത്യേക പരിപാടി വിഷു ദിവസം വൈകുന്നേരം 5:30 നമ്മൾ സംപ്രേഷണം ചെയ്യും. അപ്പോൾ ഈ വിഷുക്കാലം ജനമനസ്സിൽ ഓർമ്മയായി നിൽക്കാനും ഓർമ്മയായി പെയ്തിറങ്ങാനും കുറച്ചധികം നല്ല പരിപാടികൾ നമ്മൾ സംപ്രേഷണം ചെയ്യും. മാത്രമല്ല ഇനി അങ്ങോട്ട് ഫ്ലവേഴ്സിൻ്റെ യാത്ര കുറച്ചുകൂടി മനോഹരമാകും എന്ന് പ്രേക്ഷകർക്ക് ഉറപ്പ് നൽകുന്നു. മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതിയ യാത്രയാണ് കഴിഞ്ഞ 9 കൊല്ലങ്ങളിൽ നടന്നത്. കണ്ടതെല്ലാം സുന്ദരം, കേട്ടതെല്ലാം അതിമനോഹരം. മലയാളിക്ക് വ്യത്യസ്തമായ കാഴ്ചാനുഭവം സമ്മാനിച്ച് യാത്ര തുടങ്ങിയിട്ട് ഇന്നേക്ക് 9 കൊല്ലം. സ്വന്തം പോലെയെന്നല്ല, സ്വന്തമെന്ന് പല ആവൃത്തിയാണ് പ്രേക്ഷക ലക്ഷങ്ങൾ വിശേഷിപ്പിച്ചത്. ഓരോ അവതാരകരെയും സ്വന്തം വീട്ടുകാരെ പോലെ ജനം സ്വീകരിച്ചു. സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും പുഞ്ചിരിയിലുമെല്ലാം അവരും ഒപ്പമുണ്ടായിരുന്നു. പൂക്കൾ പോലെ സുന്ദരമായിരുന്നു പ്രേക്ഷകർക്ക് ഫ്ലവേഴ്സ്, കാഴ്ചയുടെ പുതുവസന്തം. പ്രേക്ഷകരെ ചേർത്ത് നിർത്തിയാണ് ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. കണ്ടും കേട്ടും പഴകിയതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായിരുന്നു എല്ലാം. അതിനൂതന സാങ്കേതിക വിദ്യയും അറിവും വിനോദവും വിജ്ഞാനവും പ്രേക്ഷകർക്കായി ഫ്ലവേഴ്സ് കരുതിവെച്ചു. ജനപ്രിയ സീരിയലുകൾ, റിയാലിറ്റി ഷോ, പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിച്ച ഹാസ്യപരിപാടികൾ പ്രേക്ഷക ഹൃദയത്തിലേക്ക്
ഫ്ലവേഴ്സ് ആഴ്ന്നിറങ്ങിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. ദേശീയ അന്തർദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ നിരവധി പരിപാടികൾ ഇക്കാലയളവിൽ ഫ്ലവേഴ്സ് ഒരുക്കി. സർഗാത്മകതയ്ക്കൊപ്പം സാങ്കേതികതയും ചേർത്തുവെച്ച പരിപാടികളെ തേടിയെത്തിയ പുരസ്കാരങ്ങളും അനവധി. ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകുന്നത് പ്രേക്ഷകരാണ്. ഇതുവരെ ഒപ്പമുണ്ടായിരുന്നു. ഇനിയും ഉരുക്കിന്റെ കരുത്തോടെ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പും പ്രതീക്ഷയുമുണ്ട്. കാഴ്ചാനുഭവങ്ങളുടെ ഒടുങ്ങാത്ത ഖനിയായി ഫ്ലവേഴ്സ് അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ. റിസർച്ച് ഡെസ്ക് 24. പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ. ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കനവിൽ നിൽക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ ഒരു വേനൽ കത്തിപ്പടരുന്ന ഒരു വേളയിൽ ഇനി അടുത്തതെന്ത് എന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു സ്വപ്നകാലത്ത് ഇത്തരമൊരു വാർത്താ ചാനലും അതുപോലൊരു വിനോദ ചാനലും ഒക്കെ പ്രേക്ഷകർക്കായി യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഡയറക്ടേഴ്സിനെ തീർച്ചയായിട്ടും ഞാൻ ഓർമ്മിക്കണം. ഗോകുലം ഗോപാലേട്ടനെ പോലെ, ശ്രീ ആലിങ്കൽ മുഹമ്മദ്, സതീഷ് പിള്ള, ഡോക്ടർ വിദ്യ വിനോദ്, ഡോക്ടർ ഗോവിന്ദൻ സാർ, അതുപോലെ ഡേവിസ് അടക്കളത്തൂർ, ഈ ആളുകളെല്ലാം കൂടി ഒന്നു ചേർന്നപ്പോഴാണ് നമ്മുടെ ടെലിവിഷൻ ആകാശത്ത് ഫ്ലവേഴ്സ് വരികയും പിൽക്കാലത്ത് 2018 ഡിസംബർ 8-ാം തീയതി നമുക്കായി 24 പിറവിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഫ്ലവേഴ്സും 24ഉം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ രണ്ട് കണ്ണുകളാണ്. പ്രേക്ഷകർ നൽകിയ പിൻബലം വളരെ കടുത്തതാണ്, വളരെ ആരോഗ്യപരമാണ്. എന്ന് മാത്രമല്ല, പ്രേക്ഷകർക്കായി ഒരു സംസ്ഥാന സമ്മേളനം ആദ്യമായിട്ട് നമ്മൾ സംഘടിപ്പിച്ചു. ടെലിവിഷൻ ചരിത്രത്തിൽ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ഇത്തരമൊരു സംസ്ഥാന സമ്മേളനം പ്രേക്ഷകർക്കായി സംഘടിപ്പിച്ചിട്ടില്ല. ഇനി നമ്മൾ എല്ലാ ജില്ലകളിലും ജില്ലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ പോകുന്നു. നമ്മൾ നടത്തുന്ന സംയുക്ത യാത്രയാണ് ഫ്ലവേഴ്സിൻ്റെയും 24ൻ്റെയും വിജയം. ഫ്ലവേഴ്സ് പുതിയ കാലത്തേക്ക് കടക്കുമ്പോൾ ഒരുപാട് പുതിയ പരിപാടികൾ വർദ്ധിത വീര്യത്തോടെയെന്ന് ഞാൻ എപ്പോഴും പറയാറില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചാനൽ, ഒരു വിനോദ ചാനൽ എന്ന രീതിയിലായിരിക്കും വൈവിധ്യം നിറഞ്ഞ ഈ പുതിയ യാത്ര ആരംഭിക്കുന്നത്.